മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. വടക്കാഞ്ചേരി മങ്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപക കൃഷിനാശം വരുത്തി. നാട്ടുകാർ ഭീതിയിൽ. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്ത് ആനയുടെ സാന്നിധ്യമുണ്ടായത്. തെങ്ങിൻ തൈകൾ, പ്ലാവുകൾ, വാഴകൾ എന്നിവയടക്കമുള്ള കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത്. അട്ടിപ്പറമ്പ് സ്വദേശി കുറ്റിക്കാരൻ ജോസിന്റെ ഭാര്യ മറിയത്തിന്റെ പുരയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രദേശത്തെ നിരവധി കർഷകരുടെ കൃഷികൾ ആനകൾ നശിപ്പിച്ചിട്ടുണ്ട്. പറമ്പുകളിലെ തെങ്ങിൻ തൈകൾ, പ്ലാവുകൾ, വാഴകൾ എന്നിവയടക്കം വലിയ തോതിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. കുറ്റിക്കാടൻ ജോസ് ഭാര്യ മറിയത്തിന്റെ പറമ്പിലെ കൃഷികൾക്ക് പുറമെ സമീപവാസികളായ അരിമ്പൂർ സേവ്യാർ, പാണയങ്കാടൻ അന്തോണി എന്നിവരുടെ പറമ്പുകളിലും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം നാട്ടുകാരിൽ വലിയ ഭീതിയും ഉളവാക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജീവനും സ്വത്തിനും ഭീഷണിയായ അവസ്ഥയിലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. വനം വകുപ്പ് അധികൃതർ ഉടൻ തന്നെ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. വടക്കാഞ്ചേരി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ 18ാം വാർഡിലെ ഒരു വ്യക്തിയാണ്. എൻ്റെ മങ്കര അട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീട്ടിൽ എന്നും ആനകൾ പരിസരത്ത് കൂടെ വരി. ഇന്നിപ്പോൾ വീട്ടിൽ കയറി തെങ്ങ് മറിക്കുകയും പിന്നെ കൊടി പ്ലാവിലത്തെ ചക്കിയിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കാട്ടിൽ നിന്നുള്ള സംരക്ഷണങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും ഫോറസ്റ്റിൻ്റെയും ഭാഗത്തുനിന്ന് അത് ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് അത് ശരിയാക്കി തരണം. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ വീട്ടിൽ കിടക്കുന്നത്. എനിക്ക് വളരെയധികം പേടിയുണ്ട്. ഇപ്പം എൻ്റെ പേരുടെ അരിയത്ത് കൂടെയാണ് പറമ്പ് കൂടെ നടന്നു പോയത്. അപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ സംരക്ഷണയും ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണയിലും എനിക്ക് അത് സുരക്ഷിതമാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. You are watching VCV News.